ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മയ്യത്ത് എടുത്ത് ഒരു തിരിച്ചു കിടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു വീട് ഒരു ബംഗാളികൾക്ക് വരെ കൊടുത്താൽ ഒരാൾ വരെ താമസിക്കാൻ പറ്റില്ല, അതേ അവസ്ഥ ഉള്ളത്. ഇതൊന്നൊരു 4 സെൻറ്റാക്കിയിട്ട് ഒരു മുസൽമാനുകൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്രയും വലിയ ഇത് എം പിമാർ എം എൽ എമാർ ഇത് ശ്രദ്ധയപ്പെടുത്തണം, മന്ത്രിമാർ. അല്ലെങ്കിൽ ഞങ്ങളുടെ ചെയ്യും. ഞങ്ങളിപ്പോൾ പാസ്സായിട്ട് 10 ലക്ഷം പാസ്സായിട്ട് 6 വർഷത്തോളമായി. ഇതുവരെ ഞങ്ങളെ കൈ കിട്ടിയില്ല, വർഷങ്ങൾ പിടിക്കുന്ന. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും നിത്യജോലിക്കാർ? പിന്നെ ഇവിടെ എം എൽ എമാരും IPS IAS എല്ലാവരും കൂടി ഇവിടെ വന്നു പോകുന്നുണ്ട്, വർഷങ്ങളോളം കൂടി പോകുന്നുണ്ട്. പക്ഷെ അവർ വന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പാൻറ്റിൻ്റെ പോക്കറ്റിൽ പൈസ കയ്യും വെച്ചും കയറ്റി 4 ഭാഗത്തേക്കും കയറ്റൊരു നോട്ടം മാത്രം. ഇത് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും അവരേൽ കാണുന്നില്ല. അവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇവിടെ വിഡ്ഢികളാക്കിയിട്ട് പോവുകയാണ്. ഞാനുള്ളത് പൊന്നാനി 120 കോളനി എന്നറിയപ്പെടുന്ന പ്രദേശത്താണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും മറ്റും വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണിത്. ഏറ്റവും കൗതുകമുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ സ്ഥലത്തിലെ ഈ കാണുന്നതാണ്. അതായത് അന്ന് 25 വർഷം മുമ്പ് ഈ വീടുകളിൽ പണിയാൻ എത്തിച്ച കട്ടിലയാണ് ഇത്. അന്നുണ്ടായിരുന്ന മരം ഇന്ന് വളർന്ന് പന്തലിച്ച് വലിയ മരമായി. അതിൽ തന്നെ എത്രത്തോളമുണ്ട് ഇതിൻ്റെ പഴക്കം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ടില്ലേ, അതിൻ്റെ വേരുകളൊക്കെ വന്ന വഴികളൊക്കെ. ഇതുപോലെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും സ്ഥിതി. കാരണം ഇതന്ന് പണിതിടുന്നു, പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന രീതിയിലൊന്നും ആയി തീർന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇത് എവിടെ ഉപകാരപ്പെട്ടില്ല. ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മയ്യത്ത് എടുത്ത് ഒരു തിരിച്ചു കിടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു വീട് ഒരു ബംഗാളികൾക്ക് വരെ കൊടുത്താൽ ഒരാൾ വരെ താമസിക്കാൻ പറ്റില്ല, അതേ അവസ്ഥ ഉള്ളത്. ഇതൊന്നൊരു 4 സെൻറ്റാക്കിയിട്ട് ഒരു മുസൽമാനുകൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്രയും വലിയ ഇത് എം പിമാർ എം എൽ എമാർ ഇത് ശ്രദ്ധയപ്പെടുത്തണം, മന്ത്രിമാർ. അല്ലെങ്കിൽ ഞങ്ങളോട് ചെയ്യും. ഞങ്ങളിപ്പോൾ പാസ്സായിട്ട് 10 ലക്ഷം പാസ്സായിട്ട് 6 വർഷത്തോളമായി. ഇതുവരെ ഞങ്ങളെ കൈ കിട്ടിയില്ല, വർഷങ്ങൾ പിടിക്കുന്ന. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും നിത്യജോലിക്കാർ? എന്താ ചെയ്യുക? അതുതന്നെയാണ് ഇക്ക പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ്. കടലെടുത്ത് ഇവരുടെ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാർക്ക് ഈ വെറുതെ കിടക്കുന്ന ഈ ഭൂമി കൃത്യമായി അവിടെ വീട് നിർമ്മിച്ച് നൽകിക്കൊണ്ട് അവരെ കൂടി സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിനു മുൻപ് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ 10 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ 6 വർഷം കഴിഞ്ഞിട്ടും അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരൊക്കെ സൂചിപ്പിക്കുന്നത്. ഇല്ലേക്ക, അങ്ങനത്തെ ഒരു ഇതും ലഭിച്ചില്ല. പിന്നെ ഇവിടെ എം എൽ എമാരും IPS IAS എല്ലാവരും കൂടി ഇവിടെ വന്നു പോകുന്നുണ്ട്, വർഷങ്ങളോളം കൂടി പോകുന്നുണ്ട്. പക്ഷെ അവർ വന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പാൻറ്റിൻ്റെ പോക്കറ്റിൽ പൈസ കയ്യും വെച്ചും കയറ്റി 4 ഭാഗത്തേക്കും കയറ്റൊരു നോട്ടം മാത്രം. ഇത് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും അവരേൽ കാണുന്നില്ല. അവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇവിടെ വിഡ്ഢികളാക്കിയിട്ട് പോവുകയാണ്. പറഞ്ഞു മനസ്സിലായി. അത് MLA ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണഘടനമാരെ വന്നും കാര്യം MLA വന്നും കാര്യം ഒരു തിരിഞ്ഞും കൂടി ഇവിടെ നോക്കിയിട്ടില്ല. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം എന്താണെന്നറിയോ? 3 സെൻറ്റോ 4 സെൻറ്റ് സ്ഥലം അവിടെ കടപ്പുറം വീട് പോയവർക്ക് ഇവിടെ വെച്ച് കൊടുക്കുക, ഇത് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ട്. അതാണ് സർക്കാരിനെ കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലത്തെ ജനങ്ങൾക്ക് സർക്കാർ ചെയ്യാനെങ്കിൽ ഏത് സർക്കാരിനെ നമ്മൾ മാനിക്കുകയും ചെയ്യും, അവരെ ആദരിക്കുകയും ചെയ്യും നമ്മൾ. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇവർ വന്നു പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ വർഷങ്ങളോളം ഒന്നും നടക്കുന്നില്ല. വർഷങ്ങളോളമായി അവർ പോയി. 10, 35, 40 കൊല്ലത്തോളമായി. എൻ്റെ എനിക്കെന്നെ വയസ്സ് 10, 60ഓളമായി. 10, 50 കൊല്ലത്തോളമായി ഞാൻ ഇത് കാണൽ തുടങ്ങി. ഇന്ന് വരെ അതിൻ്റെ ഒരു പരിഹാരങ്ങൾ ഇവർ കണ്ടിട്ടില്ല. അപ്പോൾ വന്നു പോകുന്ന മാത്രമേ ഉള്ളൂ, ഇവരെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തന്നെയാണ് അധികാരികൾ ഇങ്ങനെ ഓരോ ഭരണമാറ്റം വരുമ്പോൾ വന്നു പോകുന്നുണ്ട്, പക്ഷേ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഈ പ്രദേശം പക്ഷേ ഇന്ന് എന്താ പറയുക, ഈ ദ്രോഹികളുടെ ഒരു സ്ഥലമായി മാറി. ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ MDM കഞ്ചാവ് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളാണ്. അല്ല, അധികാരികൾ ഇത് ഏറ്റെടുത്ത് ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ച് പാവങ്ങൾക്ക് കൊടുക്കാം. അതേ നമ്മൾ പറയുന്നത്. ഇതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ആയാലോ MLA ആയാലോ എല്ലാവരും വന്ന് നോക്കല്ലായിട്ട് MP ആയാലോ. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമല്ല പറഞ്ഞത്, നമുക്കിതിൽ രാഷ്ട്രീയമില്ല. ആർക്കായാലും പെടുന്ന ഒരു ഉപകാരപ്പെടണം. ഇതിൽ രാഷ്ട്രീയം കളിച്ചിട്ട് ഒരു കാര്യമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ പ്രദേശം നമുക്ക് കാണാം, വീടുകൾ ഇങ്ങനെ ഏകദേശം 120ഓളം കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ലഹരി ഉപയോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇവിടെയുള്ള യുവാക്കൾക്ക് ഇവിടെ നല്ലപോലെ ജീവിക്കാൻ പറ്റുന്നില്ല. അതെ, പുതിയ തലമുറ കുട്ടികളൊക്കെ വരുന്നതാണ്, അവർക്കൊന്നും നേരെ ചൊവ്വെ നടക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ. കാരണം അത്രക്കും മോശം പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, നിങ്ങൾ തന്നെ കണ്ടില്ലേ, വന്ന് നോക്കിയിട്ട് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ. വീടൊക്കെ ഉണ്ടാക്കിയത് ഒരു നേരെ ചൊവ്വെ ഉണ്ടാക്കുക പോലും ചെയ്തിട്ടില്ല.
ഓരോ വർഷം കൂടുന്തോറും ഓരോ കടൽ കയറ്റത്തിന് ഓരോരുത്തർ വന്നു പോകും, എന്താണ് പ്രശ്നങ്ങൾ എന്താണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകും. പിന്നെ അവർ അത് മറക്കും. പിന്നെ വേറെ ആൾക്കാർ വരും, അവരും നോക്കും, അവർ നോക്കി പോകും. ഇന്നേ വരെക്കും അവരെ കൊണ്ടൊരു ഉപകാരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത് ദോഷമാണ്, മൊത്തത്തിൽ എല്ലാവർക്കും ദോഷങ്ങളാണ് ഈ അവരുണ്ടാക്കി കൂട്ടുന്നത്. എങ്കിലും ഒന്ന് പൊളിച്ച് റെഡിയാക്കി തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പൊളിക്കേണ്ടി വരും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആശങ്കയാണ് അല്ലേ? ഉറപ്പായിട്ടും അത് തന്നെ ആശങ്ക തന്നെ. പരിഹാരം ഇവിടെ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫിഷർമാൻ്റെ കോളനി എന്ന് പറഞ്ഞിട്ട് 120 വീട് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ 120 വീട് എന്ന് പറഞ്ഞാൽ 120 വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റിയ ഇതില്ല, ഇവിടെ സൗകര്യമില്ല. ഒരു കട്ടൽ വരെ ഇവിടെ ഇടാൻ പറ്റൂല. കാരണം ഒരു വീട്ടിൽ ഒരു മരണം നടക്കും, ഒരു കല്യാണം നടക്കും, അതിൻ്റെ ഒരു സൗകര്യം ഇവിടെ ഇത് കണ്ടില്ല, അതിനുള്ള സൗകര്യം ഇല്ലേന്ന് തന്നെ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ മറവിയിൽ ഇവിടെ കഞ്ചാവ് ഉണ്ട്, MDM ഉണ്ട്, വേണ്ടാത്ത എല്ലാ തെമ്മാർത്തരങ്ങളുണ്ട്. യാത്രയായി കഴിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ യാത്ര എന്നല്ല, ഉച്ച ടൈമിലും കാലത്ത് വൈകുന്നേരം എല്ലാം ഈ ചെക്കന്മാർ പല മേഖലകളിലെ ചെക്കന്മാർ എത്തിപ്പെടുന്ന ഒരു മേഖല അയക്കുന്നത്. പിന്നെ തൂഫാൻ എന്ന് പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൂഫാൻ്റെ ഒരു മേഖല പോലീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇതുവരെ കടന്നെത്തിയിട്ടില്ല. ഈ ഭാഗത്തേക്ക് വരും, പക്ഷെ ഇതിനുള്ളിലൊന്നും കയറിയിട്ട് അവരെന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ ആൺകുട്ടികൾക്കൊന്നും കല്യാണം ശരിയാവുന്നില്ല. അതെന്ന് വെച്ചാൽ കല്യാണം എന്നല്ല, ഇപ്പോൾ ഈ ലൈനിക്കാണ് കംപ്ലീറ്റ് വീട് വിൽക്കാട്ടിക്കാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഈ വന്നിങ്ങനെ വീടുകളെല്ലാം പുതിയ വീടുകളാണ്, ഇതെല്ലാം വിൽക്കാണ്ടിക്കണം. എന്താണെന്ന് ഇവിടെ ഭയങ്കര ശല്യമാണ് ചെക്കന്മാരെ കൊണ്ട്. ചെക്കന്മാരെ പുറത്തുനിന്ന് പല ഭാഗത്തുനിന്നും ചെക്കന്മാർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണത്, പല പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വീട്ടുകളിലെല്ലാം നല്ല സ്ത്രീകളും കുട്ടികളും എല്ലാം ഉള്ളതാണ്. അത് മാത്രമല്ല, ഇത് സ്കൂൾ മേഖലയാണിത്, സ്കൂളാണിത്. ഈ സ്കൂളിൻ്റെ മേഖലയെ വരെ ഈ സംഭവം നടക്കുമ്പോൾ അവർ അധികാരികൾ വന്ന് ചെക്ക് ചെയ്യണ്ടേ. മുസ്തഫ, എന്താണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി? എത്ര വർഷമായി ഈ കെട്ടിടം? ഈ കെട്ടിടം ഏതാണ്ട് ഒരു 2005 കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കിയ ഒരു ഭവനമാണിത്. അന്ന് ഏകദേശം ഒരു 60 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ഈ 5 ഏക്കർ ഭൂമിയിൽ മത്സ്യത്തൊഴിലാളികൾ പണിതതാണ് ഈ ഭവനം. അത് MES കോളേജ് മറ്റേ പഴയ കാലഘട്ടത്തിൽ സർക്കാർ ഭൂമി MESന് പാട്ടത്തിന് കൊടുത്തൊരു ഭൂമിയായിരുന്നു. പാലോളി മുഹമ്മദ് കുട്ടി പൊന്നാനിയുടെ MLAയും മന്ത്രിയുമായിരിക്കുന്ന ആ മന്ത്രിസഭയിലാണ് ഇത് സർക്കാർ MESന് പതിച്ചു കൊടുക്കുകയും ഈ 5 ഏക്കർ ഭൂമി MESൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തതാണ് ഈ ഭൂമി. അന്ന് മറ്റേ UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നഗരസഭ അന്ന് ഈ വീടുകൾ ഇവിടെ പണിതത്. ഏകദേശം 60 കുടുംബങ്ങളെ പാർപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ അന്ന് നഗരസഭാ ഭരണാധികാരികൾ NH-47 റോഡ് സൈഡിലൊക്കെ താമസിച്ചിരുന്ന കുടുംബങ്ങളെ ഇതിലേക്ക് പുനരുദ്ധരിച്ച് ഇതൊരു 120 ഭവനമാക്കി. അന്ന് ഈ മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാർ കോൺട്രാക്ടറോട് പറഞ്ഞതാണ്, ഈ ഭവനങ്ങളിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലുള്ള ചേരിയിലൊക്കെ താമസിക്കുന്ന ആളുകൾ പോലും ഈ ഭവനങ്ങളിൽ പോയി താമസിക്കില്ല. അത്രയും ചെറിയൊരു, നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്രയും ചെറിയൊരു ഭവനമാണ് ഇത്. ഇത്രയും കാലഘട്ടത്തിലെടുക്ക് ഇത് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മേഖലകളിലുള്ള നല്ലൊരു പെൺകുട്ടികളെ കല്യാണം കഴിക്കാനോ അതുപോലെ ആൺകുട്ടികൾക്ക് ഒരു പെൺകാര്യം വരാനോ ഒന്നും വരുന്നില്ല ഈ മേഖലയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കെടുക്കാൻ തുടങ്ങിയിട്ട് സാമൂഹ്യ വിരുദ്ധരുടെയും അതുപോലെ ഈ ചിന്തുക്കളുടെയും ഒരു വികാര കേന്ദ്രമായിട്ട് ഈ മേഖല മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത് ബഹുമാനപ്പെട്ട MLAയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു 5 സെൻറ്റോ 4 സെൻറ്റോ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ വിറ്റ് അവരൊരു വീടുണ്ടാക്കിയിട്ട് ഇവരെ താമസിക്കുമെന്നാണ് ഞങ്ങൾ ഈ സർക്കാരിനോടും, ഈ സർക്കാരിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയാണ്. അത് MLAയുടെ മുമ്പിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയല്ല ഇത് ചെയ്തു തരേണ്ടത് സർക്കാരാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു കേസിലാണ് ആയിരുന്ന ഹൈക്കോടതിയിൽ, അത് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭൂമി ഉള്ളത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. ഇത് ബഹുമാനപ്പെട്ട MLAയും UDFൻ്റെ സർക്കാരും ഇത് ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. അധികാരികളുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഭൂമി ഇതിൻ്റെ കോൺട്രാക്റ്റുകൾ ഉൾപ്പെടെ ചെറിയ കേസ് കൊടുത്ത് ചില കേസുകളിലായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ തീർന്നു എന്നും വാദങ്ങളുണ്ട്. എന്തായാലും അത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇത് മത്സ്യത്തൊഴിലാളികൾക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് സുഗമമായി കഴിയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഇന്ന് ലഹരി കേന്ദ്രങ്ങളായി ഓരോ കെട്ടിടവും മാറുന്നുണ്ട്. അതുകൂടി ഇടപെട്ടുകൊണ്ട് അതിലൊരു പരിഹാരം കാണണമെന്നുകൂടി പ്രദേശവാസികൾ പറയുന്നു. ഷഫീഖ് ഒർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.